بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. اللهم صل على سيدنا ومولانا اللهم صل على سيدنا ومولانا مصطفى محمد صلى الله عليه وسلم. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ തൗഫീഖ് ഏകല്ലാഹ്. ബിസ്മില്ലാഹ് ഹംദൻ ഔ ശുക്റൻ യാ റബ്ബനാ റബ്ബൽ ആലമീന നംദഹു റഹ്മത്തൽ ആലമീന. ആനന്ദപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. إلى حضرة سيدنا المصطفى أول موجودين لوصولنا وفقنا معبودنا. وهل للقبة الخضراء قبة سيد الكونين أفضل قرة العينين. وحجب البراق ورفرف الأعلى رسول الله رسول الله صلوات تحيات عليه السلام. صاحب البراق ورفرف الأعلى رسول الله رسول الله صلوات تحيات عليه سلام. بدر الهدى نورا يطفي نار الكفر فلما بدا في دنا دين الهدى والسلام. صاحب البراق
رفرف الأعلى رسول الله رسول الله صلوات تحيات عليه سلام سيد الجمال وضب الحيث واستضى بدر مدينة بدر مدينة شفاء أنت رسول الله والسلام صاحب البراق ورفرف الأعلى رسول الله رسول الله صلوات تحيات عليه سلام من الأبيض حتى ترجع لمن اصطاد صريئا ضمان النبي وافت عليه السلام صاحب البراق ورفرف الأعلى رسول الله رسول الله صلوات تحيات عليه سلام طيب البراق رفرف الأعلى رسول الله رسول الله صلوات تحيات عليه السلام ورم القضب بطول العمل قياما ديدن لله دن لله قد غفر الذنوب بطول الحبيب السلام صاحب البراق ورفرف الأعلى رسول الله رسول الله صلوات تحيات عليه سلام ഗുരു സയ്യിദേ ജഗത്തിൽ കാരണദൂതരെ ജൽവം ആമിന ബീവിയിൽ അബ്ദുല്ലാവിൻഡോമലെ അല്ലാഹ് الصلاة على النبي والسلام على رسول الشفيع الأبطحي والحبيب العربي ശമിലം വിളിതാരകം റസൂലാം സാഗരം ആമലർവാടിയിലാമണം ആകെ പരന്നദാദിനം الصلاة على النبي والسلام على رسول الشفيع الأبطحي والحبيب العربي കേൾക്കണോ മദീനയിലെ തങ്ങളെ വിശേഷം പുഞ്ചിലമ്പിളിലങ്കലാണ മസ്ജിദിൽ വിശേഷം കേൾക്കണോ മദീനയിലെ തങ്ങളെ വിശേഷ മുഞ്ചിലമ്പിളിലങ്കലാട മസ്ജിദിൻ വിശേഷ സയ്യിദ ആയിഷ ബീവിയുടെ വീട്ടിലാദിലാവും ഹരിതവർണ്ണ തങ്കലിപിയിൽ കൊത്തിവെച്ച കാവ്യം കേൾക്കണോ മദീനയിലെ തങ്ങളെ വിശേഷ മുഞ്ചിലമ്പിളിലങ്കലാഴ മസ്ജിദിൻ വിശേഷ ഡോറാദിന്റെ പേര് ഹുജ്റത്ത് ഫാത്തിമ അതിലുണ്ട് ബുറുദയിലുള്ള വരികൾ കേബമിൽ കേൾക്കണോ മദീനയിലെ തങ്ങളെ വിശേഷ മുഞ്ചിലമ്പിളിലങ്കലാഴ മസ്ജിദിൻ വിശേഷ മഞ്ചപ്പിക്കും സീന നാട് വലത് അമീന ത്വയ്ബായ ആരംഭപ്പേരാണ് റസൂലിന്റെ നാടാണ്
പേരാണ് മുത്ത് ത്വാഹ റസൂലിന്റെ നാടാണ് മണ്ണിനും ഗുണമതേറെ ഉണ്ടെന്ന് പണ്ഡിതന്മാർ ചൊല്ലിയ നാടാണ് മദീന തങ്ങളെ നാടാണ് മദീന കണ്ണഞ്ചിപ്പിക്കും സീന നാട് ബദ അമീന ത്വയ്ബ എന്നാരംഭ പേരാണ് മുത്ത് ത്വാഹ റസൂലിന്റെ നാടാണ് ഇല്ല കോലാഹലങ്ങൾ ലക്ഷങ്ങൾ ഒന്നിച്ചാലും സൈലന്റ് നാടാണ് മദീന മുത്ത് ഖാതിം റസൂലിന്റെ മദീന കണ്ണഞ്ചിപ്പിക്കും സീന നാട് ബദ അമീന ത്വയ്ബ എന്നാരംഭ പേരാണ് മുത്ത് ത്വാഹ റസൂലിന്റെ നാടാണ് അത്ഭുതം ഏറെയുണ്ട് അജമുകൾ പലതുമുണ്ട് ഇന്നും ജീവിക്കുന്നു മദീന കൽവിൽ ലക്ഷങ്ങൾ നെഞ്ചേറ്റും മദീന കണ്ണഞ്ചിപ്പിക്കും സീന നാട് ബദ അമീന ത്വയ്ബ എന്നാരംഭ പേരാണ് മുത്ത് ത്വാഹ റസൂലിന്റെ നാടാണ് മദീനയിലെത്തിടുവാനായി തേടിടുന്നു ഞാനും ആ റസൂലിൽ ചാരത്തെത്താൽ കേണിടുന്നു ഞാനും കേണിടുന്നു ആ മദീനയിലെത്തിടുവാനായി തേടിടുന്നു ഞാനോ ആ റസൂലിൻ ചാരത്തെത്താൻ കേണിടുന്നു ഞാനോ കേണിടുന്നു അന്ത്യം മദീനയിൽ വേണം ആ ബഖീഇൽ ഉറങ്ങണം ഖുബ്ബത്തുൽ ഖദ്റാ കണ്ട് യാത്ര പോകണം എനിക്ക് യാത്ര പോകണം മദീനയിലെത്തിടുവാനായി തേടിടുന്നു ഞാനോ ആ റസൂലിൻ ചാരത്തെത്താൻ തേടിടുന്നു ഞാനോ തേടിടുന്നു മണൽ തരി ആയില്ല ഞാൻ ആ പ്രകാശം കണ്ടില്ല ഞാൻ ആറ്റലായ റസൂലിൻ നാട്ടിൽ ഒന്നൊടുങ്ങണം മൗത്ത് ചാരത്താകണം മദീനയിലെത്തിടുവാനായി തേടിടുന്നു ഞാനോ ആ റസൂലിൻ ചാരത്തെത്താൻ തേടിടുന്നു ഞാനോ തേടിടുന്നു മദീനയിൽ തിളങ്ങും ത്വാഹ തങ്ങളെ ഒന്ന് കാണുവാനായി ബോധിയുണ്ട് കൽവിൽ തിങ്കളെ മദീനയിൽ തിളങ്ങും ത്വാഹ തങ്ങളെ ഒന്ന് കാണുവാൻ അനുമതിയുണ്ട് കൽവിൽ തിങ്കളെ അമലുമില്ല ഹുബ്ബുമില്ല ആശിഖല്ല ഞാൻ ഏറെ പാപം പേറി വന്നവനാണ് എൻ്റെ തിങ്കളെ മദീനയിൽ തിളങ്ങും ത്വാഹ തങ്ങളെ ഒന്ന് കാണുവാനായി ബോധിയുണ്ട് കൽവിൽ തിങ്കളെ പാടിടുന്നു കൽബ് പൊട്ടി ത്വാഹ തങ്ങളെ ഒന്ന് കാട്ടിടണം പൂമുഖം യാ ഹബീബരേ മദീനയിൽ തിളങ്ങും ത്വാഹ തങ്ങളെ ഒന്ന് കാണുവാനായി ബോധിയുണ്ട് കൽവിൽ തിങ്കളെ പ്രയാസമേറെ നെഞ്ചിലേറ്റി ഉണ്ട് തങ്ങളെ ഒന്ന് ആ മദീനയിൽ കിടന്ന് കാണു തങ്ങളെ മദീനയിൽ തിളങ്ങും ത്വാഹ തങ്ങളെ ഒന്ന് കാണുവാനായി ബോധിയുണ്ട് കൽവിൽ തിങ്കളെ صل وسلم وزد وبارك عليه حبيباي سيد الوجود محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങളുണ്ടോ
പറഞ്ഞാൽ തീരുന്ന മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് പോകാൻ തിരക്കുണ്ട്. അവരവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ദുആയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിവിടെ പറയുന്നതൊരു മഹാമനീക്ഷയുടെ ചരിത്രങ്ങളാണ്, അവരുടെ പ്രത്യേകതകളാണ്. ഒരൽപ്പം അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ അവറുകളുടെ ചരിത്രം ഞാൻ ഒരാഴ്ചയായി പഠിക്കുകയായിരുന്നു. അവരുടെ ജീവിതകാലത്ത് അവരുമായി ബന്ധമുള്ളവർ, അവരെ നെഞ്ചേറ്റിയവർ, അങ്ങനെ ധാരാളം ആളുകളുമായി വിഷയങ്ങൾ നേരിട്ട് പഠിച്ചു. ജീവിതകാലത്ത് അനുഭവമുള്ള ആളുകൾ, അവരുമായി സംസാരിച്ചു, അവരുടെ നമ്പറുകൾ വാങ്ങി. കാരണം ഇന്ന് വല്ലാത്തൊരു കാലമാണ്. ഔലിയാക്കളെ പറയാൻ പറ്റാത്ത കാലമാണ്. ഔലിയാക്കളെ പറഞ്ഞാലോ ചില വിവരദോഷികൾ, ചില വിവരമില്ലാത്ത ആളുകൾ അതേ പച്ചക്കളവ് പ്രചരിപ്പിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന വിഷയങ്ങളെ അപ്പുറവും ഇപ്പുറവും കട്ടുമുറിച്ചുകൊണ്ട് കറാമത്തില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അരങ്ങ് തകർക്കുന്ന കാലമായതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ് ഇവിടെ ലൈവിലൂടെ ഇന്നും നാളെയും വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകൾ കാണുമല്ലോ. അത് കാണുന്ന ആളുകളോട് പറയുന്നു, ഇവിടെ പരാമർശിക്കുന്ന വിഷയങ്ങൾ, സാധുവായ എൻ്റെ നമ്പർ, എൻ്റെ പേര് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അടിച്ചാൽ കിട്ടും. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അതിൻ്റെ അനുഭവസ്ഥരുടെ മുമ്പിൽ പോയി നിങ്ങളെ കൊണ്ടുയിരുത്തി ആ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെ കറാമത്ത് അനുഭവിച്ചറിഞ്ഞ ആളുകൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പോയി സത്യമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങളല്ല, ആരെങ്കിലും എവിടെയോ പറഞ്ഞതല്ല, എവിടെയോ വായിച്ചതല്ല. ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കി അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ റൂഹിന്റെ പിതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടായിട്ടുണ്ട്. അതേ മഹാന്മാരായ സ്വഹാബത്തിന്, മഹാന്മാരായ താബിഈങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ചുപോയ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചുപോയ മഹാന്മാർക്ക് കറാമത്തുണ്ടായിട്ടുണ്ട്. അത് സ്ഥിരപ്പെടുത്താൻ സുന്നി ലോകം എപ്പോഴും തയ്യാറാണ്. സമയമില്ലാത്തത് കൊണ്ട് കൂടുതൽ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ അവരുടെ മദദ് അല്ലാഹു ഉയർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു അവിടുത്തെ നദറും മദദും നമുക്ക് നൽകുമാറാവട്ടെ. വാടാനപ്പള്ളി ദേശത്തന്ന് പിറക്കുന്നേ ഹംസ ഉസ്താദെന്ന് ജനിക്കുന്നേ, ഹംസ ഉസ്താദെന്ന് ജനിക്കുന്നേ. പള്ളിക്കോട്ട് തറവാടിൽ പ്രഭയായി മുഹമ്മദിൻ മകനായി ജനിക്കുന്നേ, മുഹമ്മദിൻ മകനായി ജനിക്കുന്നേ. പള്ളി ദേശത്തന്ന് പിറക്കുന്നേ ഹംസ ഉസ്താദെന്ന് ജനിക്കുന്നേ, ഹംസ ഉസ്താദെന്ന് ജനിക്കുന്നേ. പള്ളിക്കോട്ട് തറവാടിലെന്ന് പ്രഭയായി മുഹമ്മദിൻ മകനായി ജനിക്കുന്നേ, മുഹമ്മദിൻ മകനായി ജനിക്കുന്നേ. സ്നേഹം ഏറെ കാട്ടി, സൂക്ഷ്മതയുള്ളൊരു ജീവിതം കാട്ടി, അതബിൽ അന്ന് വളർന്നൊരു കൂട്ടി, കനകം വിളയെ ചാവറിലേങ്കുന്നേ,
കനകം വിളയി ചാവറില് വാടാന പള്ളി ദേശത്തന്ന് പിറക്കുന്നേ ഹംസ ഉസ്താദന്ന് ജനിക്കുന്നേ പള്ളിക്കോട്ട് തറവാടിനന്ന് പ്രഭയായി മുഹമ്മദി മകനായി ജനിക്കുന്നേ മുഹമ്മദിൻ മകനായി ജനിക്കുന്നേ ബാല്യത്തിൻ ചാബല്യവുമില്ല കലവില കൂട്ടും ശീലവുമില്ല സൂക്ഷ്മതയുള്ളൊരു തങ്കക്കട്ടി കനകം വിളയിച്ചവർല് കനകം വിളയിച്ചവർല് വാടാന പള്ളി ദേശത്തന്ന് പിറക്കുന്നേ ഹംസ ഉസ്താദന്ന് ജനിക്കുന്നേ ഹംസ ഉസ്താദന്ന് ജനിക്കുന്നേ പള്ളിക്കോട്ട് തറവാടിനന്ന് പ്രഭയായി മുഹമ്മദിൻ മകനായി ജനിക്കുന്നേ മുഹമ്മദിൻ മകനായി ജനിക്കുന്നേ ബഹുമാനപ്പെട്ട നമ്മുടെ കഥാപുരുഷൻ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ നവ്വറല്ലാഹു മർകദാ ബഹുമാനപ്പെട്ടവർ വാടാനപ്പള്ളിയിലാണ്. വാടാനപ്പള്ളിയിൽ തെക്ക് ഭാഗത്തുള്ള പട്ടിലങ്ങാടി എന്ന് പറയപ്പെടുന്ന ദേശമാണ് ബഹുമാനപ്പെട്ടവരുടെ സ്വദേശം. അവിടെയാണ് ജനനമുള്ളത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവരുടെ മകനായി ജനിക്കുകയാണ്. മുഹമ്മദ് എന്നവരോ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ശുഅലായ ആളാണ്. എപ്പോഴും ഖുർആൻ ഓതുന്ന ശീലമാണ് ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ പിതാവിനുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ശൈശവത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പരിഷ്കർത്താക്കളായി ലോകത്തേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അവരുടെ ശൈശവത്തിൽ തന്നെ അതിന്റെ പ്രത്യേകതകൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം സിയം വലിയുള്ള ജനിച്ചപ്പോൾ അവിടത്തെ ചെറുപ്പത്തിൽ വലിയ അത്ഭുതമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ല. ബഹുമാനപ്പെട്ട ഔസുല്ലാദം തങ്ങൾ ജനിക്കുമ്പോൾ മുതലായ റമളാനിൽ 30 നാളിലോ മുലകോടിക്കും കാല മുലനെ തോടാത്തോവർ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ ശൈശവത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാസമാണിത്. ഇബ്രാഹിം നബിയുടെ ശൈശവത്തിൽ അത്ഭുതമുണ്ടായിട്ടുണ്ട്. തൻവീരൽ ചുണ്ടത്തും നൂറും ബാലാവിധ തേനാലും ബാലാലും കൗതുകം പൊന്നണിഞ്ഞിടുമാ ഉമ്മയിൽ സന്ദേശം ചെന്ന് ഒഴിഞ്ഞാനേ ദൂരത്തോരു ദിക്കിലാരും അറിയാതെ ദുഃഖിച്ചിരുന്നാനേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. മുല കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ അങ്ങ് മരിച്ചു പോകണമെന്ന് തീരുമാനിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിരലിന്റെ തുമ്പത്ത് നിന്ന് ഒരു പാനീയം അല്ലാഹു കൊടുത്ത് വളർത്തിയ തൻ വിരൽ ചുണ്ടത്ത് നൂറും ബാലാവിധ തേനാലും ബാലാലും കൗതുകം പൊന്നണിഞ്ഞിടും ആ ഉമ്മയിൽ സന്ദേശം ചെന്ന് മൊഴിഞ്ഞാനേ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംഭവമാണ്. അങ്ങനെ ഓരോ പരിഷ്കർത്താക്കളെയും, ഓരോ അമ്പിയാക്കളെയും, ഓരോ ഔലിയാക്കളെയും, ഓരോ താബിഈങ്ങളെയും പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങനെ കാണാം. എന്നാൽ നമ്മുടെ ഹംസ മുസ്ലിയാർ അവർ ജനിക്കുമ്പോൾ അക്കാലത്തുള്ളവർ പറയുന്നത് പ്രായത്തിന്റെ ചാബല്യങ്ങളില്ല, ഒരു തല്ലുപിടുത്തമില്ല, ഒരു കോലാഹലങ്ങളില്ല. ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ ചെറുപ്പത്തിൽ തന്നെ വളരെ സൗമ്യനാണ്, വളരെ നല്ല സ്വഭാവക്കാരനാണ്. ഇപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല. ആ ബഹുമാനപ്പെട്ടവരങ്ങനെ വളർന്നു വരികയാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ലോകം മുഴുവനും അറിയുന്ന മഹാനവറുകൾ ഇഖ്ലാസിൽ തിളങ്ങിയ മഹാനവര് ഇൽമിൽ വഴിയിൽ ജോലിച്ചുള്ള
മകനായി ജോലിച്ചവര് ഇഖ്ലാസിൽ തിളങ്ങിയ മഹാനവര് ഇൽമിൻ വഴിയിൽ ജോലിച്ചുള്ള പ്രഭമലര് ഹംസ ഉസ്താദ് എന്ന പേരിൽ അറിയുന്നോര് ചളിങ്ങാടിൽ വിളക്കായി ജോലിച്ചവര് ബഹ്റുൽ അവരെ ശിക്ഷനായ നിധിയെ കെ ഹസ്രത്തോരുടെ തിൽമിസായ നിലാവേ ഖാലിദാജിക്കറ്റം സ്നേഹം നിറഞ്ഞുള്ള കമറ് ഇൽമിൻ തോപ്പിൽ ജോലിച്ചുള്ള മഹാനായവരെ ഇൽമിൽ തോപ്പിൽ ജോലിച്ചുള്ള മഹാനാവരെ കനകങ്ങൾ വിളയിച്ച പ്രഭമലരെ ഇഖ്ലാസിൽ തിളങ്ങിയ മഹാനവര് ഇൽമിൻ വഴിയിൽ ജോലിച്ചുള്ള പ്രഭമലര് ഹംസ ഉസ്താദ് എന്ന പേരിൽ അറിയുന്നോര് ചളിങ്ങാട് വിളക്കായി ജോലിച്ചവര് ബഹ്റുൽ അവരെ ശിക്ഷനായ നിധിയെ കെ ഹസ്രത്തോരുടെ തിൽമിസായ നിജാവേ ഖാലിദാജിക്കറ്റം സ്നേഹം നിറഞ്ഞ കമറ് ഇൽമിൽ തോപ്പിൽ ജലിച്ചുള്ള മഹാനവരെ കനകങ്ങൾ വിളയിച്ച പ്രഭമലരെ ഇഖ്ലാസിൽ തിളങ്ങിയ മഹാനവര് ഇൽമിൻ വഴിയിൽ ജോലിച്ചുള്ള പ്രഭമലര് ഹംസ ഉസ്താദ് എന്ന പേരിൽ അറിയുന്നോര് ചളിങ്ങാടിൽ വിളക്കായി ജോലിച്ചവര് ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് അവറുകൾ ധാരാളം വിശദീകരിച്ച് പറയണം. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് എഴുതുന്നത്. രാത്രി എഴുതുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വിശദീകരിച്ച് പറയാൻ ഇപ്പോൾ സമയമില്ല. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദന്മാരെന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ഉസ്താദായ റഈസുൽ ഉലമയുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദ് അവറുകളുടെ ശിഷ്യനാണ് ഹംസ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ കെ ഹസ്രത്തിന്റെ ശിഷ്യനാണ്. അതേപോലെ വലിയ ആലിമായിരുന്ന ഖാലിദാജിയുടെ ശിഷ്യനാണ്. അവർക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു, അവർക്ക് വലിയ ബഹുമാനമായിരുന്നു. അവരുടെ അക്കാലത്ത് ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെ ശരീക്കന്മാരായി ഉണ്ടായിരുന്നത് അറിയപ്പെട്ട ആലിമായിരുന്ന മമ്പേദി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, മുസ്തഫൽ ഫൈസിയായിരുന്നു. അതേപോലെ ഓക്കെ ഉസ്താദിന്റെ മകനായ ഓക്കെ അബ്ദുസ്സലാം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഹൈദർ മുസ്ലിയാർക്കൊപ്പം ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെ ശരീക്കന്മാരാണ്. ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരുടെ ഉസ്താദന്മാരെ പറഞ്ഞപ്പോൾ, ഹംസ മുസ്ലിയാരുടെ ശിഷ്യൻ കൂട്ടുകാരെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ ആരാണെന്ന് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ല. ബഹ്റുൽ ഉലൂമിന്റെ ശിഷ്യനാകാൻ ഭാഗ്യം ലഭിക്കുന്നത്, അതുപോലെ പ്രഗത്ഭരായ ആലിമീങ്ങളുടെ ശരീക്കന്മാരാകാൻ ഭാഗ്യം ലഭിക്കുന്നത് ഒരു വലിയ പ്രത്യേകത തന്നെയല്ലേ? അവരുടെ ഇടയിൽ ജീവിച്ചു സ്നേഹം പിടിച്ചു പറ്റിയ ബഹുമാനപ്പെട്ടവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരെ ദറജ ഉയർത്തുമാറാവട്ടെ. ദർസിലെ ജീവിതം പൂർത്തിയാക്കി മഹാനെന്ന് ഉന്നത ജ്ഞാനത്തിനായി യാത്ര തിരിച്ചെന്ന് ദർസിലെ ജീവിതം പൂർത്തിയാക്കി മഹാനെന്ന് ഉന്നത ജ്ഞാനത്തിനായി യാത്ര
വർഷങ്ങളോളം ഇൽമിനായി ജീവിതം കണ്ടെന്ന് ദർസിലെ ജീവിതം പൂർത്തിയാക്കി മഹാനന്ന് ഉന്നത ജ്ഞാനത്തിനായി യാത്ര തിരിച്ചെന്ന് ഗുരുവര്യർക്കാകെയും സന്തോഷത്താലെ മഹാനന്ന് മൗലവി അൽ ഖാസിമി എന്ന പട്ടം ലഭിച്ചെന്ന് ദർസിലെ ജീവിതം പൂർത്തിയാക്കി മഹാനന്ന് ഉന്നത ജ്ഞാനത്തിനായി യാത്ര തിരിച്ചെന്ന് ക്ഷേണമോത്തോരു പണ്ഡിതരായി വളർന്നെന്ന് തികവോത്ത വാഴിയായി നാട്ടിലാകെ അറിയുന്ന ജീവിതം പൂർത്തിയാക്കി മഹാനന്ന് ഉന്നത ജ്ഞാനത്തിനായി യാത്ര തിരിച്ചെന്ന് ബഹുമാനപ്പെട്ടവർ ബഹുറുല്ലുലും അടക്കമുള്ള മഹാന്മാരായ ഗുരുവര്യന്മാരിൽ നിന്നോ ഇൽമ് പഠിച്ച് മനസ്സിലാക്കി തന്റെ ദർസിലെ ജീവിതം പൂർത്തിയാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ സനതെടുക്കാൻ വേണ്ടി ദ്വൈബന്ദിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ മൗലവി അൽ ഖാസിമി ബിരുദം നേടുകയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിലും നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ചടിങ്ങാടും പ്രദേശങ്ങളിലും നല്ല സ്വരമാധുര്യത്തോടെ വഅദ് പറയുന്ന ആളാ ഉസ്താദ്. അവരുടെ വഅദ് ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു മധുരമാണ്. ആ ഉസ്താദ് നല്ല വാഇദാണ്. അങ്ങനെ 40 വർഷത്തോളം ചെളിങ്ങാട് മഹല്ലിന്റെ ആത്മീയ സാരഥ്യത്തിൽ അവർ പ്രവർത്തിക്കുകയാണ്. ചെളിങ്ങാട് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ പെരുമാറ്റം? ചെളിങ്ങാട് നാടിനല്ല കനിഞ്ഞൊരു വാരദാനം 40 സനത്തോളം ത്യാഗം ചെയ്ത മഹാസൂനം ആത്മീയ വീതിയിൽ പ്രവാതുകി വാങ്ങാനോരും സന്തോഷമാകുന്നേ, നാട് തിളങ്ങുന്നേ. ചെളിങ്ങാട് നാടിനല്ല കനിഞ്ഞൊരു വാരദാനം 40 സനത്തോളം ത്യാഗം ചെയ്ത മഹാസൂനം ആത്മീയ വഴിയിൽ പ്രഭ തൂകി മഹാനോരും സന്തോഷമാകുന്നേ, നാട് തിളങ്ങുന്നേ. പണ്ഡിതരാണ്, പൂമലരാണ്, ഒന്ന് പറഞ്ഞാൽ സ്വീകാര്യമാണ്, അറിച്ച് പറയാനില്ല നാട്ടിൽ. ആദരവോടെ ജനം ഏറ്റ് പറയുന്നേ, ഹംസ മുസ്ലിയാരന്നേ, സ്നേഹമഹാനന്നേ. ചെളിങ്ങാട് നാടിനല്ല കനിഞ്ഞൊരു വാരദാനം 40 സനത്തോളം ത്യാഗം ചെയ്ത മഹാസൂനം ആത്മീയ വഴിയിൽ പ്രഭ തൂകി മഹാനോരും സന്തോഷമാകുന്നേ, നാട് തിളങ്ങുന്നേ. തഖ്വയിലുള്ളൊരു ജീവിതമാണ്, സൂക്ഷ്മതയേറെ നിറഞ്ഞവരാണ്, മുത്ത് റസൂലിൽ ആശിഖരാണ്. നേറുന്ന കൽബുകൾക്ക് സാന്ത്വനം നൽകിയിടുന്നേ, ആരും പറയുന്നേ, സ്നേഹം വിരിയുന്നേ.
കരീം ഹാജിദൽ മുരീദായ മഹാനാണ്. സന്തോഷമാണല്ലോ സ്നേഹം മറഞ്ഞല്ലോ. നാടി നല്ല കനിഞ്ഞൊരു വരദാനം 40 സരത്തോളം ത്യാഗം ചെയ്ത മഹാസുനം ആത്മീയ വഴിയെ പ്രഭ തൂകി മഹാനൂരും സന്തോഷമാകുന്നേ നാട് തിളങ്ങുന്നേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വഹാബികൾക്ക് ഹാലടങ്ങണ സംഭവം. വഹാബികൾക്ക് ആരായിരുന്നു ഹംസ മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ഇത് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ മൗത്തായി പോയി, അല്ലാഹു ദർജ ഉയർത്തട്ടെ. കരീം ഹാജി മൗത്തായി പോയവരെ ദർജ അല്ലാഹു ഉയർത്തട്ടെ. അവരെ പറയണമെങ്കിൽ വഹാബിയെ പേടിച്ച് ഇത് പറയാതിരുന്നാൻ പറ്റില്ലല്ലോ. ഇത് തെളിവോടെ കൂടി പറയുകയാണ്. ഈ സംഭവം എനിക്ക് പറഞ്ഞു തന്നത് ഇന്നലെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം സഖാഫി ഉസ്താദ് ഇന്നും ജീവിക്കുന്നുണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് സഖാഫി ബിരുദമെടുത്തു ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, നീ പോകണം അബ്ദുൽ കരീം ഹാജിയുടെ ഇജാബയിൽ ദർസ് നടത്തണം. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, നീ നേരെ ഉമരിയ തങ്ങളെ പോയി കാണാൻ പറഞ്ഞു, അവിടെ ദർസ് നടത്താൻ വേണ്ടി. അന്ന് ബഹുമാനപ്പെട്ട കരീം ഹാജി ഹയാത്തിലില്ല, ഹംസ മുസ്ലിയാർ ഹയാത്തിലുണ്ട്. ഹക്കീം ഉസ്താദ് നേരെ വന്നു, ഉമരിയ തങ്ങളെ കണ്ടു. ഉമരിയ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നിഷേധിക്കാൻ പോയാൽ ഖുർആൻ തന്നെ നിഷേധിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം എങ്ങനെയാണ്? കുളക്കടവിൽ കുളി കഴിഞ്ഞിട്ടൊടുത്തൊരുങ്ങും പെണ്ണ്, തിളക്കമുള്ള പുരുഷനത തനിക്ക് മുമ്പിൽ വന്ന്. കുളിക്കുമ്പോൾ സമയത്തല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയാൻ സമയമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ഒരു പുരുഷന്റെ രൂപത്തിലാണ് വന്നത്. അവിടെ നിന്ന് പേടിച്ചു പോയി. പെണ്ണ് കുളിക്കുമ്പോഴല്ലേ വന്നത്. അവിടെ നിന്ന് പറയും, വിധിയാണ് പെണ്ണെ വിലേപിച്ചിടേണ്ട, മാറത്തൊരു തോതി ജിബ്രീൽ മറഞ്ഞു. വിശദീകരിച്ച് പറയാനോട് സമയം. ഈസാ നബി ജനിച്ചത് അവിടത്തെ ഉമ്മയും അപ്പയും ബന്ധപ്പെട്ടിട്ടാണോ? ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഊത്തൂതിയാണ്. പെണ്ണാണോ തനിക്കല്ല തരുന്നതെന്നറിയാനും കണ്ണാലാ കൗതുകം കണ്ടാനന്ദിക്കാനും കഴിയാതെ ഇമ്രാനിഹ ലോകവാസം വെടിയുന്നേ, അയലിൻ്റെ ഊഴലിൽ പെട്ടഴങ്ങിടുന്നേ, മാരൻ്റെ വേർവാടോർത്ത് മനദുഃഖ പാരമ്പരി മന്നാനെ സ്തുതിച്ചവർ മാനെ സുന്നീറി. അങ്ങനെ എത്ര അത്ഭുത സംഭവങ്ങൾ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ, അതുപോലെ മുത്തനബിയുടെ ചരിത്രത്തിൽ എത്ര അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോ പൊന്നുമോൻ പോയതുകൊണ്ട് കരഞ്ഞ് 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 അവിടുത്തെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഖുർആൻ പറയുന്നു, ഇദ്ഹബൂ ബിഖമീസിഹി, നിങ്ങൾ ഈ ഖമീസ് കൊണ്ടുപോയിട്ടാൽ
വാപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഖുർആന് പറയുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് കൊണ്ടുപോയി കാഴ്ച നഷ്ടപ്പെട്ട പിതാവിന്റെ മുഖത്തിടാൻ വേണ്ടി ഖുർആന് പറയുന്നു. നഷ്ടപ്പെട്ട കാഴ്ച മകന്റെ ഖമീസ് കൊണ്ടിട്ടപ്പോ തിരിച്ചു കിട്ടുന്നു. എത്ര അത്ഭുതമാണ് ഖുർആന് പറയുന്നത്. ഇത് നിഷേധിക്കാനൊക്കുമോ? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ ഓടിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി മാർഗമില്ല. ഒരു മരമങ്ങ് പിളർന്നു കൊടുത്തു. സക്കരിയ നബി ഉള്ളിലേക്ക് പോയി. അതേ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ കൊന്നുകളഞ്ഞു. ഖുർആന് പറയുന്നു, അവിടുന്ന് മറപ്പെട്ടതിനു ശേഷം ഖബറിൽ നിന്ന് സംസാരിക്കുന്നു. എന്നെ കൊന്നുകളഞ്ഞ യാസീൻ സൂറത്തിൽ കാണാം. അവിടുന്ന് ഖുർആന് പറയുന്നു, എന്നെ കൊന്നുകളഞ്ഞ ശത്രുക്കള് മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെ അവർ കൊന്നുകളഞ്ഞതിനു ശേഷം അല്ലാഹു എന്നെ പാപം പുറത്ത് സ്വർഗത്തിൽ കിടത്തിയത് അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എത്ര കറാമത്തുകൾ ഖുർആനിൽ. സ്വഹാബത്തിൻ്റെത് താബിഈകളുടേത് അടുത്തടുത്ത്. പുതിയ കാവെന്ന സ്ഥലം ഭരിച്ചിട്ടുണ്ടോ? കേട്ടോ? പുതിയ കാവ് എൻ്റെ തൊട്ടടുത്താണ്. എ പി ഉസ്താദ് വലിയ സംവാദം നടത്തിയിട്ട്, ഖുത്ബ പരിഭാഷ സംവാദം നടത്തിയിട്ട് മുജാഹിദിനെ ഓടിച്ച സ്ഥലം. എ പി ഉസ്താദ് ചോദിച്ചു, ഹിജറ 1300 കൊല്ലം വരെ ലോകത്തെവിടെയെങ്കിലും ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് മുജാഹിദ് മൗലവിയോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഉസ്താദിനോട് പറഞ്ഞ മറുപടി എന്താ? മുമ്പുള്ള ആൾക്കാര് പൂളക്കയങ്ങ് തിന്നിട്ട് ഇപ്പം തിന്നാൽ എന്താന്നാ ചോദിച്ചു. അവരോട് ശരിയായി. ആ പള്ളിയിൽ 2 മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. സഫർ ഷഹീദ് വലിയുള്ളാഹി എന്നവരുടെ പേര്, 2 പേർ. അവരെന്താണ്? ആ പള്ളിയുടെ ഉള്ളിൽ മക്ബറയുണ്ട്. ഇന്നും അകലെന്ന് ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്. ഇതാണ് ആ മഹാന്മാരുടെ പ്രത്യേകത. സഫർ ഷഹീദ് എന്ന് പറയാനുള്ള കാരണം അവരവിടെ യാത്ര വന്ന ആളുകളാണ്. അവരുടെ കയ്യിൽ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു സ്വർണ്ണനാണയം എടുത്തിങ്ങയിട്ട് വിറ്റ് ഭക്ഷണം കഴിക്കും. എല്ലാ ദിവസവും. ഇത് കണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു, ഈ ഭാണ്ഡം മുഴുവനും സ്വർണ്ണാണ്. 2 പേരെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് ഭാണ്ഡം നോക്കിയപ്പോൾ അതിലൊന്നുള്ള തുണിക്കഷ്ണം മാത്രം. അതാണ് സഫർ ഷഹീദ് എന്ന് പറയാനുള്ള കാരണം. അടുത്ത് നടന്ന ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാരുടെ സംഭവം. ബഹുമാനപ്പെട്ട അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഞാൻ ഹംസ മുസ്ലിയാരുടെ വിഷയത്തിലേക്ക് വരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരും കരീമാജി എപ്പോഴും ഹംസ മുസ്ലിയാരെ കാണാൻ വരും. എപ്പോഴും കാണാൻ വരും. ഈ സംഭവം അബ്ദുൽ ഹക്കീം സഖാഫിയോട് ഹംസ മുസ്ലിയാർ ഹയാത്തിൽ നേരിട്ട് പറയാം. കരീമാജിയെ കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോൾ പറയാം. ഹംസ മുസ്ലിയാർ പറഞ്ഞു, കരീമാജി എപ്പോഴും ഇവിടെ വരും. ഇപ്പൊ ഞാൻ വലിയ വിലൊന്നും കൽപ്പിച്ചിട്ടില്ല. നാട്ടിലൊരു മുസ്ലിയാർ ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്നയാളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹംസ മുസ്ലിയാർ പറയാണ്, ഒരു ദിവസം ഹജ്ജിന്റെ സീസണിൽ ഹജ്ജ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ 3 തമിഴന്മാർ ഇവിടെ വന്നു. ചെളിങ്ങാട് കരീമാജിനെ അന്വേഷിച്ച് വന്നതാ. ഹംസ മുസ്ലിയാരുടെ അടുത്ത് എത്തിപ്പെട്ടു, കരീമാജി എവിടെയാ? ഇന്ന സ്ഥലത്തുണ്ട്. അപ്പൊ ഹംസ മുസ്ലിയാർ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരും? തമിഴന്മാർ. കരീമാജിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ മക്കത്ത് വെച്ച് പരിചയപ്പെട്ടതാ. മക്കയിൽ വെച്ച് പരിചയപ്പെട്ടതാ. അപ്പോ എന്ന് ഈ കഴിഞ്ഞ ഹജ്ജിൽ ഹംസ മുസ്ലിയാർ സമ്മതിക്കൂല. കരീമാജി ഹജ്ജിന് പോയിട്ടില്ല. കരീമാജി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവരും സമ്മതിക്കില്ല. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടതാണ്. ഈ തമിഴന്മാരിൽപ്പെട്ട ഒരാള് അറബിലെ ബാത്റൂമിലെ ഹജ്ജിന്റെ സമയത്ത് അവിടെ പോയാൽ അറിയാം, വലിയ തിരക്കാണ്. ബാത്റൂമും ഒന്നും ഒഴിവുണ്ടാവില്ല. കാരണം ലക്ഷോപലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുതൽ. അതിലൊരാള് ബാത്റൂമിൽ പോയി. അദ്ദേഹം വയറൊക്കെ ഇളകി ആകെ പ്രശ്നമായി. ബാത്റൂമിൽ വെള്ളം കിട്ടാനില്ല, വിഷമിച്ചു പോയി. അപ്പൊ അദ്ദേഹം പറയുന്നു, വാതിലിൽ വന്നൊരാൾ മുട്ടി. തുറന്നു നോക്കിയപ്പോൾ ഒരു ബക്കറ്റും കൂടി വെള്ളം കൊണ്ട് ഒരാൾ കൊടുത്തു. അദ്ദേഹം അത് കഴുകി വൃത്തിയാക്കി പുറത്തു വന്നപ്പോൾ ഈ മനുഷ്യനെ പരിചയപ്പെട്ടു. നിങ്ങൾ ആരാണ്? ഞാൻ അബ്ദുൽ കരീം എന്ന് പറഞ്ഞ ആളാണ്. ഇന്ന സ്ഥലത്തുള്ള ആളാണ്. പരിചയപ്പെട്ടിട്ട് ഒരു നാട്ടിൽ വന്നാൽ വരാം എന്ന് പറഞ്ഞു പോകുന്നു. അവർ കാണാൻ വേണ്ടി വരിക. കാണാൻ വേണ്ടി വന്നപ്പോ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഒരു ഹജ്ജിന് പോയിട്ടില്ല. അവര് സമ്മതിക്കില്ല, ഞങ്ങൾ അവിടെ കണ്ടതാണ്. 2 പേരും ഈ 3 പേരും കൂടി എന്ത് കരീമാജനെ കാണാൻ പറ്റും. കരീമാജനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഹംസ മുസ്ലിയാർ പറഞ്ഞു, ഇയാളാണോ? ആ, ഇയാള് തന്നെയാണ്. ഈ സമ്മാനക്കാണ്ട് കൊടുത്തു. അപ്പോ ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാരോട് കരീമാജി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്രേ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്തേക്കല്ലേ വന്നത്, ഇപ്പൊ എന്നെ മനസ്സിലായി, നിങ്ങൾ ഇങ്ങോട്ട് വന്നു. പിന്നീട് ഹംസ മുസ്ലിയാർ അങ്ങോട്ടാണ് പോകാറ്.
ഏതെങ്കിലും വഹാബികൾ ലൈവിലൂടെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് വരാം. ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്, നമുക്കത് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാനുണ്ട്. ഞാനിപ്പോൾ നീട്ടി പറയുന്ന ഉസ്താദ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവസാനിപ്പിക്കും. സനദോം എടുത്ത് ഇറങ്ങിയ പണ്ഡിതർ വിജ്ഞാനത്തോപ്പിൽ തിളങ്ങിയ പൂങ്കവർ. സനദോം എടുത്ത് ഇറങ്ങിയ പണ്ഡിതർ വിജ്ഞാനത്തോപ്പിൽ തിളങ്ങിയ പൂങ്കവർ. ഇൽമും ഇബാദത്തിൽ ഇസ്സത്ത് കണ്ടവർ, മധുരിക്കും സൗത്തിൻ്റെ ഉടമയാം പണ്ഡിതർ. സനദോം എടുത്ത് ഇറങ്ങിയ പണ്ഡിതർ വിജ്ഞാനത്തോപ്പിൽ തിളങ്ങിയ പൂങ്കവർ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഇനിയാണ് പറയേണ്ടത്. അവരുടെ കറാമത്തൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് വേഗം പോകാനുള്ളത് കൊണ്ട് തങ്ങൾ അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ. അവിടുത്തെ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇനി അംസംസിയാരെ കറാമത്തുകളാണുള്ളത്. ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരനുഭവങ്ങളാണ് പറയാനുള്ളത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ പിന്നൊരു സമയത്ത് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട ഷാഹിദ് സുഹരി ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ തവസ്സുല് ബൈത്ത് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി ഹബീബില്ലാഹ് വആലി സ്വഹബി നൂരില്ലാഹ് വമൻ യഹ്ദി ഇലൽ ഹാദി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വസല്ലൈനാ വസല്ലംനാ അലൽ മഹ്ദി റസൂലില്ലാഹ് വആലി അഹ്ലി സീദില്ലാഹ് വശൈഖിനാ ഹംസ ഉസ്താദി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇലാഹി ഗഫിർ ഖതിആതി وبعد كل زلاتي وقربنا لمرضاتي بشيخنا حمزة أستاذي. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. يا رحمن يا سلطان تسيرنا ذوي الإتقان تخلصنا من الخسران بشيخنا حمزة أستاذي. صلاة الله سلام الله على طه رسول الله. صلاة
الله على ياسين حبيب الله يا ديان يا سبحان تفرجنا من النيران تسيرنا إلى الرضوان بشيخنا حمزة أستاذي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا من فضله مدرار تحولنا من الإصرار على سوء إلى الأنوار بشيخنا حمزة أستاذي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا منان يا علام تكملنا من الإنعام تطهرنا من الآثام بشيخنا حمزة أستاذي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا من قوله قرآن تجملنا من العرفان تنجينا من الطغيان بشيخنا حمزة أستاذي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأبدان وأهلنا مع البلدان من الآفات والشيطان بشيخنا حمزة أستاذي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا جبار يا ستار علينا أسبل الأستار أفر بنوالك الأسرار بشيخنا حمزة أستاذي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا متفردا بجلال تدورنا بنور جمال وتوصلنا لكل كمال بشيخنا حمزة أستاذي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ولا تحجب لدعواتي من الغفلات شهواتي بجاه سيد ساداتي بشيخنا حمزة أستاذي صلاة
الله